ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ കഴിഞ്ഞ 3-4 ദിവസത്തെ റാലിക്ക് ശേഷം ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. മൈക്രോസോഫ്റ്റ് മാത്രമാണ് പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ഡൗ ജോൺസ് ഇൻഡെക്സ് ഇന്നലെ 271.69 പോയിന്റ് ബെറ്ററായിട്ടും S&P 24.35 പോയിന്റ് ബെറ്ററായിട്ടും നാസ്ഡാക്ക് 34.49 പോയിന്റ് വീക്കായിട്ടും അതുപോലെ തന്നെ റസൽ 2000 12.18 പോയിന്റ് ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 വിക്സ് 17.83 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വീണ്ടും അത് താഴെ വന്നിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ മച്ച് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. US ഫെഡ് ഒരു പക്ഷേ റേറ്റ് കട്ട് ഡിസിഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തേക്കാന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ അമേരിക്കയിലുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെയുണ്ട്. ഒപ്പം നമ്മൾ ചൈനീസ് ജാപ്പനീസ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ എക്കണോമിക് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ജപ്പാൻ്റെ Q1 GDP അനൗൺസ്മെൻ്റ് ഒന്ന് വന്നിരുന്നു. Q1 GDP -0.7% ആണ്. ജപ്പാനിലെ എക്സ്പെക്റ്റേഷൻ -0.2% ആയിരുന്നു. അതോടൊപ്പം തന്നെ ചൈനയിൽ ജനറേഷൻ സെഡ് ആണ് വലിയ രീതിയിൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരിഫ് റിലേറ്റഡ് സ്ലോ ഡൗണിൽ നിന്ന് ചൈനീസ് എക്കണോമി വലിയ രീതിയിൽ മുന്നേറുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ചൈനീസ് മാർക്കറ്റിനെ കുറിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മെറ്റൽ സ്റ്റോക്കിനെ സംബന്ധിച്ച് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ചൈന, ഹോങ്കോങ് ഒക്കെ ഇന്നലെ താഴെയായിരുന്നു. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് ബെറ്റർ ആയിരുന്നു. ഒപ്പം ജാപ്പനീസ് മാർക്കറ്റുകളും ഇന്നലെ താഴെയായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ല റാലിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. മൈനസിൽ നിന്ന് പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് വലിയ വോള്യത്തിലാണ് മാർക്കറ്റ് സ്പർട്ട് ചെയ്തിട്ടുള്ളത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ 5392.04 crore വർത്ത് ഇക്വിറ്റികൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1668.47 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അമേരിക്കയിൽ ട്രേഡ് ചെയ്യുന്ന ADRകളെല്ലാം തന്നെ ബെറ്ററാണ്. അറൗണ്ട് 3% ബെറ്റർ ആയിട്ടാണ് HDFC ബാങ്കിൻ്റെ ADR ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ $3123 per ounce സ്പോട്ട് ഗോൾഡ് താഴെ വന്നിരുന്നു. അതിനുശേഷം നല്ല റിക്കവറിയാണ് ഗോൾഡിൽ ഇന്നലെ കണ്ടത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $3209 per ounceനാണ്. സിൽവറും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് 85.55 വരെ താഴെ വന്നിരുന്നു. അതേസമയം ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് മേജറായിട്ടുള്ള ഒരു അട്രാക്ഷൻ Q4 റിസൾട്ടുകളും അതുപോലെ തന്നെ ഈ മന്ത് എൻഡിൽ വരാൻ പോകുന്ന Q4 GDP ഡാറ്റയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ നല്ല രീതിയിൽ ബൈ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിന് ശേഷം നമ്മുടെ ഡിഫൻസ് കമ്പനികളുടെ സ്ട്രെങ്ത്ത് വേൾഡിലാകെ ഒരു ടോക്കാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്ത്യൻ മാർക്കറ്റിനുണ്ട്. നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ RVNL 116 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ചെറിയ ഇഷ്യൂസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് ഇഷ്യൂസ് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഒരു കോഷൻ ആവശ്യമാണ്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പോലെ മെറ്റൽ സ്റ്റോക്കുകളിലാണ് അഗ്രസീവായിട്ട് നല്ല ബൈ നടക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നും കാണാനുള്ള സാധ്യതകളുണ്ട്. ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, അതുപോലെ തന്നെ JSW സ്റ്റീൽ, ഹിൻഡാൽകോ, വേദാന്ത, അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഈ സ്റ്റോക്കുകളൊക്കെ വീണ്ടും പോസിറ്റീവ് മൂവ് നടത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ഡിഫൻസ് കമ്പനികൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഭാരത് ഇലക്ട്രോണിക്സ്, ഡാറ്റ പാറ്റേൺസ്, HAL, അതുപോലെ തന്നെ
ഗാർഡൻ റീസ് ഷിപ്പ് ബിൽഡേഴ്സ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിലും നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകൾ Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ITC ഹോട്ടൽസ് എക്സലൻറ്റ് റിസൾട്ടായിരുന്നു. അതുപോലെ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ്, അലൈഡ് ബ്ലെൻഡേഴ്സ്, സിഗ്നേച്ചർ ഗ്ലോബൽ, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, വെബ്സോൾ എനർജി സിസ്റ്റംസ് എക്സലൻറ്റ് റിസൾട്ട്സ് ആണ്. അതുപോലെ തന്നെ അലീവസ് ലൈഫ് സയൻസും നല്ല റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒക്കെ സ്റ്റോക്കിൽ കണ്ടിട്ടുണ്ട്. ഇന്നും അത്തരത്തിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കണ്ടേക്കാം. ഇന്നും ധാരാളം റിസൾട്ടുകൾ അനൗൺസ്മെൻ്റ് ഉണ്ട്. ആ അനൗൺസ്മെൻറ്റിന് ശേഷമുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ചെയ്യാം. നിഫ്റ്റി ഇന്ന് മിക്കവാറും നല്ല രീതിയിൽ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മന്തിൻ്റോടുകൂടി നിഫ്റ്റിയുടെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 25,400 25,600 ലെവലിലൊക്കെയാണ്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. അത്തരത്തിലുള്ള ന്യൂസ് ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബാങ്ക് ഓഫ് അമേരിക്ക മെറിൽ ലിഞ്ചിൻ്റെ ഒപ്പീനിയൻ പോളും സൂചിപ്പിക്കുന്നത് അതാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് ഫണ്ട് ഇൻഫ്ലോ വരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മേജറായിട്ട് ലഭിക്കാൻ പോകുന്ന ഇന്ത്യക്കാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിൽ കണ്ടേക്കാം. ഒപ്പം അമേരിക്കയിൽ റേറ്റ് കട്ട് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾഡിനും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല ഡേയ്സ് ആണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. അതേസമയം നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷനിലൊക്കെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.